ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമത്തിനിരയായ പെൺകുട്ടിയെ ബസ് ജീവനക്കാർ വഴിയിലിറക്കി വിട്ടു. പെൺകുട്ടിയെ കടന്നുപിടിച്ചയാളെ രക്ഷപ്പെടാനും സഹായിച്ചു. ബസ് പിന്നീട് നാട്ടുകാർ തടഞ്ഞിട്ടു. പോലീസ് എത്തിയിട്ടും അന്വേഷണത്തിന് മുതിരാതെ കൈയൊഴിയാൻ ശ്രമിച്ചതായും നാട്ടുകാർ ആരോപിക്കുന്നു. വളാഞ്ചേരിയിൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിയോടെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. കോട്ടക്കലിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന ദോസ്ത് എന്ന സ്വകാര്യ ബസ്സിലാണ് 15-കാരി ലൈംഗികാതിക്രമത്തിന് ഇരയായത്. സഹപാഠികളെല്ലാം അതാത് സ്റ്റോപ്പുകളിൽ ഇറങ്ങിയ ശേഷം ഒറ്റയ്ക്കായ പെൺകുട്ടിയെ പിന്നിൽ നിന്നൊരാൾ കയറി പിടിക്കുകയായിരുന്നു. ഇക്കാര്യം പെൺകുട്ടി ബസ് ജീവനക്കാരോട് കരഞ്ഞു പറഞ്ഞെങ്കിലും ഒന്നും കേൾക്കാൻ തയ്യാറാകാതെ ബസ് ജീവനക്കാർ പെൺകുട്ടിയെ വഴിയിൽ ഇറക്കിവിട്ട് ബസ്സുമായി മുന്നോട്ടു പോയി. പെൺകുട്ടിയെ കടന്നുപിടിച്ച ആളുമായി സ്റ്റാൻഡിലെത്തിയ ബസ് ജീവനക്കാർ ഇയാളെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി രക്ഷപ്പെടാനും സഹായിച്ചു. തുടർന്നാണ് നാട്ടുകാർ വിഷയത്തിൽ ഇടപെട്ടത്. വഴിയിൽ കരഞ്ഞുകൊണ്ട് നിന്ന പെൺകുട്ടി നാട്ടുകാരോട് വിവരം പറയുകയും വളാഞ്ചേരിയിൽ നിന്ന് തിരിച്ചു വരികയായിരുന്ന ബസ് നാട്ടുകാർ തടഞ്ഞിടുകയുമായിരുന്നു. നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് പോലീസും സ്ഥലത്തെത്തി. എന്നാൽ കാര്യമായ ഒരു അന്വേഷണത്തിന് പോലും മുതിരാതെ പോലീസും പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞ് വേഗത്തിൽ നടപടി അവസാനിപ്പിക്കാനാണ് ശ്രമിച്ചതെന്ന് ആക്ഷേപമുണ്ട്. കോട്ടക്കൽ ചങ്കുവെട്ടിയിൽ നിന്നാണ് വിദ്യാർത്ഥിനി സഹപാഠികൾക്കൊപ്പം ബസ്സിൽ കയറിയത്. തുടർന്ന് വളാഞ്ചേരി 6-ാം മാളിന് സമീപം സുഹൃത്തുക്കളെല്ലാം ഇറങ്ങിയതിനു പിന്നാലെയായിരുന്നു അതിക്രമം. സംഭവത്തിൽ പ്രതിയെ കയ്യിൽ കിട്ടിയിട്ടും സ്വന്തം താൽപര്യം മാത്രം നോക്കിയ ബസ് ജീവനക്കാർക്കെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു. കേരള വിഷൻ, വളാഞ്ചേരി.